നമസ്കാരമുണ്ട് ദീപുസാണേ. എന്തെല്ലാം നമുക്കിന്നൊരു പോർക്ക് റിബ്സാ പൂശിയാലോ? ഒന്നും നോക്കണ്ട, സിമ്പിളായിട്ട് പൂശാം. നാടൻ സ്റ്റൈലിൽ നമുക്ക് പോർക്ക് റിബ്സും ഉണ്ടാക്കാം, ഒരു കഥയും കേൾക്കാം. എപ്പടി നമുക്ക് വീഡിയോക്ക് അങ്ങോട്ട് പാടിയാലോ? ബാ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 2 കിലോൻ്റെ പോർക്ക് റിബ്സ് ആട്ടാ. ഞാനിത് വാങ്ങിയത് ഗിൽമോസിന്നാണേ. ആദ്യമായിട്ട് ചെയ്യണ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവേ, നിങ്ങളതൊക്കെ ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂട്ടാ, നമുക്കത് ശരിയാക്കാമെന്ന്. 2 കിലോൻ്റെ പോർക്ക് റിബ്സിന് എനിക്കായത് $24 കേട്ടാ. ഈ യൂറോപ്പിലുള്ള രാജ്യത്തിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇവിടെ വരുമ്പോൾ എല്ലാം പഠിക്കും. കഴുകാനും തുടയ്ക്കാനും വെക്കാനും വിളമ്പാനും എല്ലാം പഠിച്ചോളും. ഇല്ലെങ്കിൽ നമ്മുടെ കെട്ടിയോളുമാർ നമ്മളെ പഠിപ്പിക്കും. കണ്ടില്ലേ, സാരി കുത്തി പീഴണ പോലെ പീഴണത്. കെട്ടിയോളുടെ ട്രെയിനിങ്ങിൻ്റെ ഓരോ ഗുണങ്ങളേ. ഇത് വേണ്ട സാധനങ്ങൾ ഇത്ര മാത്രം മതിയിട്ടാ. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മുടെ മിക്സിയിലായിട്ടിട്ട് കുറച്ച് മസാലപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 4 സ്പൂൺ തൈരും അതെല്ലാം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക നല്ല പേസ്റ്റ് പരുവത്തിൽ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോയാലോ. LKG UKG 1, 2 പഠിച്ചത് ആളൂർ EMHSലാണ്. അതും ഇംഗ്ലീഷ് മീഡിയം. പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, പോയി. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം വീട്ടിൽ കാശില്ലെങ്കിൽ വലിയ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടാക്കിയാൽ മതി. അന്നൊക്കെ നമ്മുടെ വീട്ടിലെ മെയിൻ സാധനമാണ് ലൈബോയുടെ ഇടിക്കട്ട. അതുപോലെ തന്നെ ഒരു മെയിൻ സാധനമാണ് റസ്ക്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ റസ്ക്? എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് റസ്ക്. നമ്മുടെ മസാല റെഡി ആയിട്ടാ. ആ മസാല അങ്ങോട്ട് മസിൽ പിടിച്ചിട്ട് അങ്ങോട്ട് പിടിപ്പിച്ചോ. പോർക്കിൻ്റെ റിബും അങ്ങോട്ട് തേച്ച് പിന്നെ എടുത്ത് ഞാൻ കുമരയാ. അതിന് മാത്രമല്ല കേട്ടാ, കുറച്ച് വെജിറ്റബിളും കുറച്ച് സ്വീറ്റ് കോണും അതെല്ലാം എടുത്ത് ഞാനൊന്ന് തിളപ്പിക്കാനിട്ടു. എല്ലാം അവിടെ കിടന്നങ്ങോട്ട് തിളക്കട്ടെ, നമുക്ക് ആ കഥയിലേക്ക് പോവാട്ടാ. ഞാൻ സ്കൂളിൽ പോണ സമയത്ത് എന്നും എനിക്ക് തന്നേക്കും ഒന്നില്ലെങ്കിൽ റസ്ക് അല്ലെങ്കിൽ പാർലിജർ ബിസ്ക്കറ്റ്. ഈ ജാതി സാധനങ്ങളാന്നേ. തിന്നതും എടുത്തു ഞാൻ. എന്നും ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടാവോ? ഞാൻ പറ, നിങ്ങൾക്ക് ഇഷ്ടാവോ എന്നും ഈ സാധനം തന്നെ നിങ്ങളുടെ വീട്ടുകാർ തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ? അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുകൾ, അത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ, ഇവർ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ സൂപ്പർ. നല്ല ചോക്ലേറ്റുകൾ, ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റ്, ബോംബെ മിച്ചർ. വാ, ഇതൊക്കെ മുതലേ നിങ്ങൾ കൊതിയാവുള്ളേ. ഇത് കാണുന്ന എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കയ്യിലുള്ളതോ ഈ ഓഞ്ഞ റസ്കും ഈ ഓഞ്ഞ പാർലിജർ ബിസ്ക്കറ്റും. എൻ്റെ ഒപ്പം സ്നാക്സ് കഴിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റിൽ തിന്നിട്ട് അവരെ കളിക്കാൻ പോകും. ഞാനോ ഈ റസ്ക് കടിച്ചും പിടിച്ചിരിക്കുക. നമ്മുടെ നാട്ടിൽ എന്ത് ഷെയറിങ്, എന്ത് കെയറിങ്. പക്ഷെ എനിക്ക് അന്നും ആ ഷെയറിങ്ങും കെയറിങ്ങും ഉണ്ട് കേട്ടാ. അതാണ് ദീപൂസ്. പിന്നെ ഞാൻ എന്താക്കി, ഞാൻ കൊണ്ടുവരുന്ന റസ്കും ബിസ്ക്കറ്റും ഇല്ലാത്ത പിള്ളേർക്ക് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്നുള്ള നല്ല നല്ല സാധനങ്ങൾ എടുത്ത് തിന്നാൻ തുടങ്ങി. ഒരു സ്കൂളിൽ പോകാൻ മടിയുള്ള ഞാൻ ഇത് തുടങ്ങിയപ്പോൾ ഒരു ആവേശമായി. പിന്നെ എന്നും സ്കൂളിൽ പോകണം, എനിക്ക് എന്നും സ്കൂളിൽ പോകണം. ആഹാ, നമ്മുടെ കുമരിയും നമ്മുടെ സ്വീറ്റ് കോണും നമ്മുടെ വെജിറ്റബിളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. പോർക്ക് റിബും ഉണ്ട് അവിടെ. ഞാൻ ചെയ്യണ സിമ്പിൾ പരിപാടി കേട്ടാ. നമുക്ക് തല പുകഞ്ഞ് മുടി കളയാനൊന്നുമില്ലേ. പോർക്ക് റിബ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ, ഫോർക്ക് അവിടെ ഇവിടെ ആയിട്ട് ഒരു 10-30 തുളയടാ പോർക്ക് റിബിന്. അത് കഴിഞ്ഞ് നേരെ ആ മസാല എടുത്ത്, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല എടുത്ത് പുരട്ടി വെക്കുക. അത് കഴിഞ്ഞൊരു ഫോയിൽ പേപ്പർ എടുക്കുക. ഫോയിൽ പേപ്പറിൽ പോയിട്ട് ഒരു 30 മിനിറ്റ് ബേക്കിലിടാം. സാധനം ഇരുന്ന് വേവട്ടേന്ന്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് ഗ്രില്ലിലിടാം. അതൊരു 180 ഇട്ടാൽ മതിട്ടാ. 200 ഇട്ട് കരിഞ്ഞ് പോയിട്ട് എൻ്റെ പിടയ്ക്ക് കുറ്റം പറയാൻ വരരുതിട്ടാ. പിന്നെ പുഴുങ്ങിയെടുത്ത നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതിൽ ബട്ടർ തേച്ചിട്ട് ഗ്രില്ലിൽ വെക്കുക. അത് 30 മിനിറ്റ് വെക്കണ്ട കേട്ടാ. 30 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കരി തിന്നേണ്ടി വരും. 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പിക്ക് അത് റെഡിയാവും. അതെടുത്ത് റെഡിയായി കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറ്റിയേ വെച്ചോ. അതിലേക്ക് തിരിച്ചാൽ പോവാട്ടാ. സന്തോഷമുള്ള ദിവസങ്ങൾ അധികം നാൾ നിലനിന്നില്ല കേട്ടാ. പയ്യെ പിള്ളേരുടെ ഇടയിൽ സംസാരം തുടങ്ങി. നിങ്ങൾ ചില സൈക്കോ മൂവികളൊക്കെ കണ്ടല്ലേ. ഇതിന്ന് വ്യത്യസ്തമായിട്ട് ലഞ്ച് ബോക്സിൽ നിന്ന് അവരുടെ നല്ല നല്ല സാധനങ്ങൾ എടുത്ത് തിന്നിട്ട് റസ്ക് വെക്കുക. ആഹാ, എന്താല്ലേ. ആ പോർക്കിൻ്റെ റിബും വയ്ക്കാൻ നോക്കിയാൽ വെള്ള പാടുകൾ കണ്ട. അത് ഇതിനും കുറച്ച് മുമ്പ് ടേസ്റ്റ് നോക്കിയതാണേ. അതങ്ങനെ ഇരിക്കണേട്ടാ. ഇത് നോക്കി ടേസ്റ്റ് നോക്കി 2 കിലോ ഉണ്ടായിരുന്ന പോർക്ക് റിബ് ഇപ്പോൾ 1.5 കിലോ ആയിട്ടാ. നമ്മുടെ കെട്ടിയോള് കേടി അവിടെ നിന്ന് പറയണ്ടട്ടാ, നിങ്ങളുടെ ടേസ്റ്റ് നോക്കില്ല, നിർത്തിക്കോ, സാധനം അല്ലെങ്കിൽ ആർക്കും തികയില്ലാന്ന്. എനിക്കാണെന്നുണ്ടെങ്കിൽ എത്ര ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മതിയാവള്ളയാ. നിങ്ങൾ വിചാരിക്കും കൊതി കൊണ്ടൊന്നല്ലട്ടാ, ഒരുമാതിരി ആർത്തി. അയ്യോ, നിങ്ങൾക്കുണ്ടാ എന്നെ പോലത്തെ ഒരു പ്രശ്നം? എനിക്കറിയാമെന്ന്. ഇത് ആയി വരാനായിട്ട് 30 മിനിറ്റ് പിടിക്കുന്നു. ഞാൻ എന്താക്കും, ഞാൻ ഓരോ 10 മിനിറ്റ് എടുത്ത് ടേസ്റ്റ് ചെയ്യും.
എടുക്കുക ടേസ്റ്റ് ചെയ്യുക തിരിച്ചു വയ്ക്കുക, എടുക്കുക ടേസ്റ്റ് ചെയ്യുക തിരിച്ചു വയ്ക്കുക. എന്താല്ലേ പോർക്ക് റിബ് ആവുന്നത് കാത്ത് ഒരുപാട് കരിമക്കൾ ഇവിടെ നിൽക്കണ്ടെന്ന്. ഇവിടെ പൊന്നൂസ് ഉണ്ട്, ലുന്നൂസ് ഉണ്ട്, സിമ്മൂസ് ഉണ്ട്, ദീപൂസ് ഉണ്ട്, അപ്പാപ്പൻ കേട്ടി ഉണ്ട്, അമ്മാമ്മ കേട്ടി, എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരിക്കണേന്ന്. അന്നത്തെ ശരി എല്ലാവർക്കും കൂടി അങ്ങനെ വെട്ടി പങ്കിടാന്ന് വെച്ചിട്ട് ഞാൻ കത്തിയെടുത്ത് പൊളിച്ചു. അല്ല പിന്നെ റസ്കിൻ്റെ പ്രശ്നം ക്ലാസ്സിൽ ആ കത്തി കയറി. ടീച്ചർ അറിഞ്ഞു, പ്രിൻസിപ്പാൾ അറിഞ്ഞു. ടീച്ചർ ക്ലാസ്സിൽ വന്നൊരു നമ്പറായിട്ടു. ആ നമ്പറിൽ ഞാൻ അങ്ങോട്ട് വീണു. ടീച്ചർ ഇട്ട നമ്പർ ഇതാട്ടാ. നമ്മുടെ ക്ലാസ്സിൽ ഒരു മഹത് വ്യക്തിയുണ്ട്. ആ വ്യക്തിത്വം ആരാണെന്നറിയാൻ വേണ്ടി പ്രിൻസിപ്പാളിനും ടീച്ചേഴ്സിനും ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന റസ്ക് ബാക്കിയുള്ള പിള്ളേർക്ക് കൊടുത്ത് മാതൃകയാകുന്നു. ആരാണ് ആ മഹത് വ്യക്തി? പ്രിൻസിപ്പാളിനും ടീച്ചർമാർക്കും ആ കുട്ടിയെ ആദരിക്കണമെന്നുണ്ട്. ആരാണ് നിങ്ങളിൽ ആ കുട്ടി എന്ന ചോദ്യത്തിൽ ഞാൻ വീണു പോയി കേട്ടോ. അത് കേട്ടതോ കേൾക്കാത്ത പാതി ചാടി എഴുന്നേറ്റ് കയ്യ പൊക്കി, ടീച്ചർ, ഞാനാണ് ടീച്ചർ. മഹത്തായ സേവനത്തിന് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയത് അടിയും തൊഴിയും ചവിട്ടാ. എന്താ അല്ലേ സൂപ്പർ. പിന്നുമ്മ സൂക്ഷിക്കാട്ടാ, ചൂടോടുകൂടി തിന്നാലേ അണ്ണാക്ക് വരെ പൊള്ളിപ്പോവും. ഇതേതുപോലെ ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്കൊക്കെ ഒരു സുഖം കിട്ടല്ലേ? ആ സുഖമായിട്ട് എനിക്ക് വേണ്ടത്. വെറുതെ എയർ പിടിച്ചിരിക്കാതെ ജീവിതമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യടോ. ഒരെണ്ണമെല്ലൊക്കെ അടിച്ച് ഇല്ലായി ഫാമിലിയുടെ കൂടെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടാ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേട്ടാ.